സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പ്രത്യേക ദൗത്യവുമായി പോലീസ് വിധികർത്താക്കളെയും വിധി നിർണയത്തിൽ ഇടപെടുന്ന ഇടനിലക്കാരെയും പോലീസ് നിരീക്ഷണത്തിലാക്കും. ഇതിനായി വിജിലൻസിന്റെയും ഇന്റലിജൻസിന്റെയും പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ആ സംഘം മാത്രമല്ല, നമ്മുടെ സംഘവുമുണ്ട്. അതെ, ജഡ്ജസ് പ്ലീസ് നോട്ട്, എവിടെ എന്ത് തട്ടിപ്പ് നടന്നാലും അത് കണ്ടെത്താനുള്ള സംവിധാനം ഞങ്ങൾ കൂടി സമാന്തരമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. പലയിടത്തും സംസ്ഥാന കലോത്സവത്തിൽ ഒരല്പം കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കലോത്സവങ്ങളാണ് ഏറ്റവും വലിയ കച്ചവടം നടക്കുന്നത്. ആ കച്ചവടം കണ്ടെത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഇന്റലിജൻസിന്റെയും വിജിലൻസിന്റെയും ഒക്കെ പ്രത്യേക സംഘത്തെ പോലീസ് നിയോഗിച്ചിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ് സംഘവും നിങ്ങളുടെ പിന്നാലെയുണ്ട്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്നിട്ട്. അനന്തൻ, എന്തൊക്കെ വിപുലീകൃത സംവിധാനങ്ങൾ പോലീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? നമ്മളും ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, അതേക്കുറിച്ച് പറയണ്ട. രതീഷ് മാർഷൽ, 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അനന്തപുരിയിൽ തുടങ്ങാൻ ഇനി 3 ദിവസമേ ഉള്ളൂ. ഞാൻ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നിൽക്കുന്നത്. എനിക്ക് പിന്നിൽ കൂറ്റൻ വേദി, ഇതാണ് പ്രധാന വേദി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വേദിയിലാണ് കുട്ടിപ്രതിഭകൾ മാറ്റുരയ്ക്കേണ്ടത്. പക്ഷേ നമുക്കറിയാം, എല്ലാ കലോത്സവങ്ങളിലും ഇപ്പോൾ അവസാനം നടന്ന ജില്ലാ കലോത്സവങ്ങളിൽ വരെ വലിയ ആരോപണം ഉണ്ടായത് വിധി നിർണയം സംബന്ധിച്ചാണ്. ആ വിധി നിർണയത്തിൽ പണക്കിലുക്കമുണ്ടെന്നുള്ള ആരോപണം, ഇടനിലക്കാരുണ്ടെന്ന ആരോപണം, വിധികർത്താക്കളെ സ്വാധീനിക്കുന്നു എന്നുള്ള ഒരു ആരോപണം ശക്തമായിരുന്നു. ഈ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇത്തവണ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിധി നിർണയങ്ങൾ കുറ്റമറ്റതാകണം എന്നുള്ള ഒരു നിർബന്ധം സർക്കാരിനുണ്ടായത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ ഈ വിധി നിർണയത്തിൽ ഒരാപാകതയും ഉണ്ടാകരുതെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസിന് പ്രത്യേക ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. അതായത് ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന വേദി അടക്കം മുഴുവൻ വേദികളും പോലീസിൻ്റെ പ്രത്യേക സംഘത്തിൻ്റെ നിരീക്ഷണത്തിലാകും. അതിനുവേണ്ടി 2 വിഭാഗങ്ങളെയാണ് സംയോജിപ്പിച്ചുകൊണ്ടൊരു പ്രത്യേക സംഘം രൂപീകരിച്ചിരിക്കുന്നത്. അത് വിജിലൻസും സംസ്ഥാന ഇൻ്റലിജൻസുമാണ്. ഈ വിജിലൻസിലെയും സംസ്ഥാന ഇൻ്റലിജൻസിലെയും ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ആ സംഘത്തിൻ്റെ പ്രത്യേക യോഗം കഴിഞ്ഞ ദിവസം ചേർന്നു. ഏത് രീതിയിലാണ് ഈ ഓപ്പറേഷൻ, ഈ വിധി നിർണ്ണയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കലോത്സവവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ നടപ്പാക്കേണ്ടതെന്ന് സംബന്ധിച്ചുള്ള ഒരു രൂപരേഖ അവർ ആ പ്രത്യേക സംഘം തയ്യാറാക്കിയിട്ടുണ്ട്. മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനം ഈ സ്ഥിരമായി സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലും ജില്ലാ കലോത്സവങ്ങളിലും സാന്നിധ്യമുണ്ടാകാറുള്ള ചില ഇടനിലക്കാരെ ഈ പ്രത്യേക സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് 12 പേരുടെ പട്ടികയാണ് അങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത്. അവരെയെല്ലാം ഈ പ്രത്യേക സംഘത്തിലെ ഉദ്യോഗസ്ഥർ നേരിൽ പോയി കാണുകയും അവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും അവരുടെ ഫോൺ നമ്പറുകൾ ഇപ്പോൾ പ്രത്യേക സംഘത്തിൻ്റെ നിരീക്ഷണത്തിലാണ്. അതിലേക്ക് ആര് വിളിച്ചാലും അത് പോലീസിൻ്റെ പക്കലേക്കാകും അതിലെ വിവരങ്ങൾ എത്തുക. അതിനൊപ്പം തന്നെ വിധി കർത്താക്കളുടെ കാര്യത്തിലും ഈ ജാഗ്രതയുണ്ടാകും. ഈ സ്കൂൾ കലോത്സവത്തിലെ വേദികളിൽ വിധി നിർണ്ണയത്തിനെത്തുന്ന എല്ലാ ജഡ്ജസും ഈ പ്രത്യേക സംഘത്തിൻ്റെ, അതായത് ഈ വിജിലൻസിൻ്റെയും സംസ്ഥാന ഇൻ്റലിജൻസിൻ്റെയും നിരീക്ഷണത്തിൽ തന്നെയാകും. അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലും ഈ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു